FCRA വിഷയത്തിൽ നിലവിളിക്കുന്ന തൊപ്പിത്തൊഴിലാളികളോട്. FCRA വിഷയത്തിൽ ഓരോ ദിവസവും ഓരോ മെത്രാന്മാർ വന്ന് സമൂഹത്തിൽ വലിയ തോതിൽ ഭീതി വിതയ്ക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി FCRA ഭേദഗതി എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്രിസ്തുവിൻ്റെ പേരിലല്ല ഇവർ ഒന്നിച്ചിരിക്കുന്നത്, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവർ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. ഇവർ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചിരിക്കുന്നതാണെങ്കിൽ നേരത്തെ തന്നെ ഒറ്റ സഭകൾ മാത്രമേ ഉണ്ടാകുമായിരുന്നു. ഇതങ്ങനെയല്ല. ആയിരക്കണക്കിന് സഭകൾ, ആയിരക്കണക്കിന് പെന്തക്കോസ്ത് സഭകൾ, എണ്ണിയാൽ സഭകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത വിശ്വാസ പ്രമാണങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം? ഈ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതായിരുന്നു. അങ്ങനെയല്ല. കണ്ടാൽ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന സഭകളാണ് ഇപ്പോൾ ഈ FCRA വിഷയത്തിൽ ഒന്നിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം അജണ്ട പൊളിഞ്ഞു വീഴുന്നു, ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. പൊതുജനത്തിന് മുന്നിൽ, നിങ്ങളുടെ വിശ്വാസികൾക്ക് മുന്നിൽ നിങ്ങളുടെ ഓരോ അജണ്ടയും പൊളിഞ്ഞു വീഴുകയാണ് FCRA വിഷയത്തിൽ എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പറയുന്നത് കള്ളമാണ്, നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് കള്ളമാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഇവിടെ RSSകാർ നയിക്കുന്ന ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കാൻ പോകുന്നു. മോദി സർക്കാർ നിങ്ങളുടെ പള്ളികൾ, നിങ്ങളുടെ ആശുപത്രികൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ അനാഥാലയങ്ങൾ, നിങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എല്ലാം ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളടക്കം, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അടക്കം നിങ്ങൾ അത്തരത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഓരോ ദിവസവും വന്ന് ഇത്തരത്തിൽ സംഘടിതമായി വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരായി വന്നുകൊണ്ട് ഇത്തരത്തിൽ FCRA ഭേദഗതിക്കെതിരായി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം സത്യം, നിങ്ങൾക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ള കാര്യം. പക്ഷേ ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുകയാണ്. നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന് വിഷുവാണ്. നിങ്ങളുടെ സഭാ ആസ്ഥാനത്തേക്ക് നഴ്സുമാർ ഇന്ന് സമരം ചെയ്യുകയാണ്. എന്തിന് സമരം ചെയ്യുന്നു? മാന്യമായ വേതനം ലഭിക്കാൻ വേണ്ടി. നിങ്ങളുടെ ആശുപത്രികളിൽ എത്ര നഴ്സുമാർക്ക് മാന്യമായ വേതനം ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നഴ്സുമാർ ഇവിടുന്ന് കാലാകാലങ്ങളിലായി കേരളം ഉപേക്ഷിച്ച് ക്രൈസ്തവരായിട്ടുള്ള നഴ്സുമാരിൽ ബഹുഭൂരിപക്ഷം പേരും ക്രൈസ്തവരാണ്, നമുക്ക് അറിയാവുന്നതാണ്. അവരുടെ നാടുവിടൽ, ആത്മരക്ഷാർത്ഥമുള്ള നാടുവിടൽ, തൊഴിൽ തേടിയിട്ടുള്ള അവരുടെ നാടുവിടൽ എന്തിന് തുടങ്ങി എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആശുപത്രികളിൽ, നിങ്ങളുടെ സഭയ്ക്ക് കീഴിലുള്ള ആശുപത്രികളിൽ അവർക്ക് മാന്യമായ തൊഴിൽ നൽകിയിരുന്നുവെങ്കിൽ അവർ ഇത്തരത്തിൽ നാടുവിടില്ലായിരുന്നു. അവരെ വിദേശത്ത് നിങ്ങൾ വിടുന്നില്ല. അവിടെ നിങ്ങൾ പോയി അവരുടെ നക്കാപ്പിച്ച പൈസ നിങ്ങൾ വാങ്ങുകയാണ്. അവിടെയും രൂപതയും അതിരൂപതയും ഉണ്ടാക്കി അവരെ ഇത്തരത്തിൽ ക്രിസ്തുവിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നിങ്ങൾ തട്ടിയെടുക്കുന്നില്ലേ? ഇതല്ലേ യാഥാർത്ഥ്യം? ഇനിയുമുണ്ട് ചോദ്യം. കഴിഞ്ഞ മാസം മിനിമം വേതനത്തിന് വേണ്ടി സമരം ചെയ്ത നഴ്സുമാരെ നിങ്ങൾ എന്ത് ചെയ്തു? ആ മിനിമം വേതനം നൽകിയോ? ഇല്ല. അവരെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ സമരം ചെയ്യുന്ന, മാന്യമായ ജീവിതത്തിന് വേണ്ടി, ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ശമ്പളം കൂട്ടി ചോദിക്കുന്ന നഴ്സുമാരെ നിങ്ങൾ എന്ത് പ്രാകൃതമായിട്ടാണ്, എന്ത് അപരിഷ്കൃതമായിട്ടാണ് നേരിടുന്നത്? ഈ നഴ്സുമാരുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിക്കുന്ന നിങ്ങൾ എന്ത് നികൃഷ്ടരാണ്? മാത്രമല്ല ഇനിയുമുണ്ട് കണക്കുകൾ. FCRA ഫണ്ട് വഴി 1947 മുതൽ വന്നിട്ടുള്ള ഫണ്ടുകൾ എത്രയാണ്? അത് നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അതിൽ എത്ര രൂപ നിങ്ങൾ വകമാറ്റി എന്നുള്ളതിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് നിരത്താൻ ധൈര്യമുണ്ടോ? ഈ പൊതുസമൂഹത്തിന്, കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ, നിങ്ങളുടെ വിശ്വാസികൾക്ക് മുന്നിൽ നിങ്ങൾക്ക് നിരത്താൻ ധൈര്യമുണ്ടോ? ഇനി മറ്റൊരു കാര്യം കൂടി. നിങ്ങൾക്ക് വരുമാനം വരുന്ന മറ്റൊരു മാർഗമാണ് ഈ പുണ്യവാളന്മാരുടെയും പുണ്യാളത്തികളുടെയും പുണ്യകേന്ദ്രങ്ങൾ വഴി വരുന്ന ഫണ്ടുകൾ. അതിന് കണക്കില്ല. അതെല്ലാം നിങ്ങളുടെ കയ്യിലേക്കാണ് വന്നു ചേരുന്നത്. കുടുംബവുമില്ല, കുട്ടികളുമില്ല, ആരുമില്ല. ബ്രഹ്മചാരികൾ എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, നിങ്ങൾക്ക് കുടുംബമില്ല. എന്നിട്ട് പോലും ഈ ഫണ്ടുകൾ അത്രയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. പല വിധത്തിലുള്ള ഫണ്ടുകൾ. നഴ്സുമാരുടെ ശമ്പളം ചൂഷണം ചെയ്ത്, അവരുടെ ശമ്പളത്തിൽ നിന്ന്, നക്കാപ്പിച്ച ശമ്പളത്തിൽ നിന്ന് പോലും നിങ്ങൾ കൈയിട്ട് വാരി. വിദേശത്ത് പോയാൽ അവിടെ പോലും അവരെ വിടാതെ അവരുടെ ശമ്പളത്തിൽ നിന്ന് കൈയിട്ട് വാരി. ഇത്തരത്തിൽ പുണ്യവാളന്മാരെയും പുണ്യവാളത്തികളെയും സൃഷ്ടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപ നിങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് FCRA വഴി വരുന്ന ഫണ്ടുകൾ നിങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് ഈ കോടീശ്വരന്മാരായി ഈ പാവപ്പെട്ട വിശ്വാസികൾക്ക് മുന്നിൽ, ഈ നഴ്സുമാരുടെ മുന്നിൽ നിങ്ങൾ
കോടീശ്വരന്മാരായി വിലസുകയാണ്. നിങ്ങൾ സഞ്ചരിക്കുന്ന ആഡംബര വാഹനങ്ങൾ മാത്രം മതി നിങ്ങളുടെ തട്ടിപ്പ് മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഈ പാവപ്പെട്ട നഴ്സുമാരെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്ര പേർക്കാണ്, നിങ്ങളുടെ സഭാവിശ്വാസികളായ എത്ര പേർക്കാണ് നിങ്ങൾ ജോലി കൊടുത്തത്? അതിൻ്റെ കണക്ക് പറയൂ. നിങ്ങൾ അത്തരത്തിൽ കണക്കുകൾ നിരത്തൂ. FCRA വിഷയത്തിൽ ഇത്തരത്തിൽ നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുത്തി, ക്രിസ്തുവിൻ്റെ പേരിൽ, ബൈബിളിൻ്റെ പേരിൽ നിങ്ങൾ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഈ വിശ്വാസികളോട് നിങ്ങൾ കണക്ക് പറയൂ. നിങ്ങൾ എത്ര നിങ്ങളുടെ സഭാ സ്ഥാപനങ്ങളിൽ എത്ര പേർക്കാണ് മാന്യമായി നിങ്ങൾ ശമ്പളം നൽകി തൊഴിൽ നൽകിയിരിക്കുന്നത് എന്ന് ഇനിയും ചോദിക്കും. ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വരെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുന്നില്ല? നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലാണ് കോടികൾ വന്ന് മറിയുന്നത്? ആ കോടികൾ എവിടെ പോകുന്നു? നിങ്ങൾ ആ കോടികൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? എന്നിട്ട് മതി FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിലവിളിക്കാൻ. നിങ്ങൾ ഇപ്പോൾ കണക്ക് പറയൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും അതേപോലെ ബുദ്ധ സമുദായത്തിനും പാഴ്സികൾക്കും ജൈനർക്കും എല്ലാവർക്കും ബാധകമായ ഒരു നിയമം നിങ്ങൾക്ക് മാത്രം ബാധകമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘപരിവാർ പേടി പരത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ FCRA ഭേദഗതിക്കെതിരെ ഭീതി പടർത്തുന്നത്? മാന്യമായി ആദ്യം നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് ജോലി കൊടുക്കൂ. അല്ലെങ്കിൽ ഇനിയും നഴ്സുമാർ ഇത്തരത്തിൽ നിങ്ങളുടെ സഭ ആസ്ഥാനത്തേക്ക് തന്നെ സമരവുമായി വരും. നിങ്ങളെ ചോദ്യങ്ങൾ കൊണ്ട് കുഴപ്പിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.